കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം. അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പേ സ്വർഗം പ്ലാൻ ചെയ്ത സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ്, അതിൻ്റെ നിർണായകമായൊരു കാര്യത്തിൽ യേശു കർത്താവ് തൻ്റെ അത്ഭുതങ്ങളിൽ അത്ഭുതമായൊരു കാര്യം, സ്വർഗം തൻ്റെ മഹത്വത്തിൻ്റെ മഹത്വമായൊരു കാര്യം കാണിക്കുകയാണ്. ജോലി കഴിഞ്ഞ് വരുന്ന ഒരു മനുഷ്യനെ നിർബന്ധിപ്പിച്ച് യേശുവിൻ്റെ ക്രൂശ് ചുമപ്പിച്ചു. പട്ടാളക്കാരാണ് നിർബന്ധിച്ചെങ്കിലും ആ നിർബന്ധം വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ! സ്വർഗം ആ മനുഷ്യനെ നിർബന്ധിച്ചു. ഇന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ, വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ പലരും ആഗ്രഹിക്കാറുണ്ടോ, ആ ശീമോന് കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ മനുഷ്യൻ എത്ര ഭാഗ്യവാനാണ്. തീർച്ചയായിട്ടും ചുമന്നത് ക്രൂശാണെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടത് തലമുറകളാണ്. ഇന്ന് അനേകം മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളുടെ ഭാവിയെ ചൊല്ലി ആകുലപ്പെടുമ്പോൾ, അത് ധനികരാകട്ടെ ദരിദ്രരാകട്ടെ, മക്കളുടെ ഉന്നമനത്തെ ചൊല്ലി, ഉയർച്ചയെ ചൊല്ലി വ്യാകുലപ്പെടുമ്പോൾ, ഭാവിയെ ചൊല്ലി ആകുലപ്പെടുമ്പോൾ സ്വർഗം പറയുന്നു, ദേ നോക്ക്, ഈ അപ്പൻ്റെ വിശേഷണം പരിശുദ്ധാത്മാവ് പറഞ്ഞത് അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും അപ്പനാണ് എന്ന് പറഞ്ഞാൽ, അപ്പാ നീ ക്രൂശ് ഒന്ന് ചുമക്ക്, മക്കളുടെ പേര് ഞാൻ നോക്കിക്കോളാം. ഇതാണ് സ്വർഗത്തിൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ! നല്ല പേര് സുഗന്ധതൈലത്തെക്കാളും നല്ലത്. മക്കളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുമെന്ന് അപ്പൻ ദൈവവേല ചെയ്താൽ അങ്ങനെ വ്യാഖ്യാനിക്കാമോ? വ്യാഖ്യാനിക്കാം. അതിനപ്പുറം ജോലിയോടുകൂടെ വേല ചെയ്താൽ, സുവിശേഷ വേല ജോലിയോടുകൂടെ ചെയ്ത ആദ്യത്തെ മനുഷ്യൻ ശീമോനാണ്. കുറേനക്കാരനായ ശീമോനാണ്. ജോലിയോടുകൂടെയുള്ള സുവിശേഷ വേലയെ ആരും തുച്ഛീകരിക്കരുത്. അല്ല, നിങ്ങളും കൂടെ വരണം, ഫുൾ ടൈം വേല ചെയ്യണം, ഒരു കാര്യമില്ല. ദൈവം ആക്കി വച്ചിരിക്കുന്നിടത്ത് നിൽക്കുന്നതാണ്, ചെയ്യുന്നതാണ് നല്ലത്. ദൈവം പറയാതെ, പരിശുദ്ധാത്മാവ് നിർബന്ധിക്കാതെ ആരും മാറിപ്പോകരുത്. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കുന്നത് ആര്? സെരുബ്ബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ടിട്ട് സർവ്വഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ കണ്ണ് അത് കണ്ടിട്ട് സന്തോഷിക്കുന്നു. കർത്താവ് സന്തോഷിക്കുന്നു. രാവിലെ 6 മണിക്ക് തൊട്ട് വൈകുന്നേരം 6 മണി വരെ ജോലി കഴിഞ്ഞ് പിന്നെ 10 മണി വരെ വേല, പിന്നെ 12 വരെ പ്രാർത്ഥന. സ്വർഗം സന്തോഷിക്കുന്നു. തൂക്കുകെട്ട കണ്ടിട്ട് കർത്താവ് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ! സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ അനേകരെ വരുത്തിയതാണ്, നീ അനേകരെ ബ്ലോക്ക് ചെയ്തതാണ്. പക്ഷെ ഇവനത് മറിച്ചിടും. കാരണം സ്വർഗത്തിന് ഇവനിൽ സന്തോഷമുണ്ട്. അപ്പോൾ ദൈവവേല എന്താണ്? ദൈവവേല ക്രിസ്തുവിൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്നതാണ്. അത് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതാണ്, ക്രിസ്തുവിന് ആശ്വാസമാകുന്നതാണ്. കൂട്ടുവേലക്കാരെ എല്ലാം തല്ലാനും അടിക്കാനും തിന്നു കുടിച്ച് മതിക്കാനും അവസരം ഒരു കാര്യസ്ഥൻ ഉപയോഗിച്ചപ്പോൾ യജമാനൻ വന്ന് അവനെ പുറത്ത് കളഞ്ഞു. അവിടെ വിലാപവും പല്ലുകടിയും. ശീമോൻ ജോലി കഴിഞ്ഞ് തളർന്നു വന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ക്രൂശ്. ആദ്യം ഒരു അസ്വസ്ഥത തോന്നിക്കാണും, പക്ഷേ പിന്നീട് മനസ്സിലായി അതെന്നോട് കാണിച്ച സ്വർഗത്തിൻ്റെ കരുണയാണെന്ന്. ആ മനുഷ്യന് മാത്രമല്ല, യഹോവ ശപിച്ച ഭൂമിയിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് പേരിട്ട നോഹ മുതൽ ഇങ്ങോട്ട് ചരിത്രം മാറുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, യഹോവയുടെ ശാപത്തിൻ്റെ ഫലമായ മുള്ളും പറക്കാരയും മുളക്കുന്നിടത്ത് സരളവൃക്ഷവും കൊഴുന്തും മുളക്കുമെന്ന വാഗ്ദത്തം. ഇന്നും സ്വർഗത്തിൻ്റെ കയ്യിൽ അതുണ്ട്. കൂട്ട് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. സഭകൾക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ കഴിയും. വേദനിക്കുന്ന, പ്രാരാബ്ധമനുഭവിക്കുന്ന ദൈവദാസന്മാരെ ഓർക്കാൻ നമുക്ക് കഴിയും. രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും, മടിയിൽ കൊണ്ടുവരുന്ന സമ്മാന ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു.
അതെ, യഹോവയുടെ ദാസനായ മോശെ ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഉഗ്രകോപത്തെ ശമിപ്പിച്ചില്ലായിരുന്നെങ്കിൽ യഹോവ അവരെ നശിപ്പിക്കുമായിരുന്നു. ഇന്നും നിങ്ങൾക്കത് കഴിയും. സഭയെ തണുപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്നുള്ള വാഗ്ദത്തം പോലെ, യേശുവിൻ്റെ ആശ്വാസം കൊടുത്ത ശീമോൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ദൈവദാസന്മാരെ, ദൈവസഭകളെ തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ നിനക്ക് സാധിപ്പിച്ചു തരും. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കരുത്. ഒരു സ്തോത്രത്തിൻ്റെ വില അത് നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. സാഹചര്യമനുസരിച്ച് അതിൻ്റെ വില മാറുന്നു. 5 അപ്പവും 2 മീനും എടുത്ത് സ്തോത്രം പറഞ്ഞപ്പോൾ അത് 5000 പേർക്ക് കൊടുക്കത്തക്കവണ്ണം മാറ്റിയൊരു ദൈവമുണ്ട്. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കരുത്. ദൈവം സഹായിക്കും, നിങ്ങളെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ ജയത്തോടെ മുന്നേറുവാൻ. ആമേൻ.